നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്കും ശക്തിക്കും തീരുമാനിക്കുന്ന കഴിവിനും അപ്പുറത്തുള്ളതാണ്. ബുദ്ധിയെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നും ഇല്ല. വേദങ്ങളിലും സംസ്കൃതത്തിലും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. ബുദ്ധിയെക്കാളും ഒരു പടി ഉയർന്നത് വിവേകം, വിവേകത്തിനേക്കാളും ഉയർന്നത് മേധ, അതിനേക്കാളും ഉയർന്നത് പ്രജ്ഞ. ബുദ്ധിയുടെ 4 തലം: ബുദ്ധി, വിവേകം, മേധ. ഇവയ്ക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ മൊത്തത്തിൽ ഒറ്റ ഇതേ ഉള്ളൂ. ബുദ്ധിക്ക് എന്തോടെ ഇംഗ്ലീഷില്? വിവേകത്തിന് മേധാവി എന്നൊക്കെ പറയില്ല. മേധയ്ക്ക് ഇംഗ്ലീഷിലൊന്നുമില്ല. ഇന്റലിജന്റ്, സൂപ്പർ ഇന്റലിജന്റ്, വിസ്ഡം, ബ്രില്യൻസ്. അപ്പൊ അത് ബ്രില്യൻസ് വിവേകമാണോ? കുറച്ച് പാടാണ്. പക്ഷെ സംസ്കൃതത്തിൽ കൃത്യമായ വ്യാഖ്യാനങ്ങളുണ്ട്. ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ചിലരൊക്കെ പറയില്ല ബുദ്ധിയില്ലെന്ന്. അങ്ങനെയൊന്നും പറയാനില്ല. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലാത്ത ആരുമില്ല. കൊതുകിന് വരെ ബുദ്ധിയുണ്ട്. തൃശ്ശൂരിൽ കൊതുകുകളുണ്ടോ? ഞാൻ എറണാകുളത്തിൽ പോയി ഹെലികോപ്റ്റർ പോലെ നമ്മൾ ഒരു മുറിയിൽ ഉറങ്ങി തൂക്കിക്കൊണ്ട് അപ്പുറത്തും പോയി. അത്രയ്ക്ക് അങ്ങനത്തെ കൊതുകുകളാണ്. ഈ കൊതുക് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ അനങ്ങാണ്ട് കുറേ നേരം ഉറങ്ങുമ്പോ നമ്മുടെ നരമ്പുകളിൽ കൂടെ ചോര ഒഴുകുന്നത് വളരെ മിതമായിരിക്കും. അപ്പൊ ഈ കൊതുക് വന്നിട്ട് ഇൻജക്ട് ചെയ്യുമ്പോ അകത്ത് കുത്തുമ്പോ അതിന് ചോര കുടിക്കാൻ കിട്ടില്ല. അപ്പൊ ഈ കൊതുക് എന്ത് ചെയ്യും? ചെവിയുടെ അടുത്ത് വന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് തിരിയും, അനങ്ങും, എന്തെങ്കിലും ഒന്ന് ചെയ്യും. എന്തെങ്കിലും ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? ആ നരമ്പിൽ കൂടെ ചോര ഫുള്ളായിട്ട് ഓടും. കൊതുക് സന്തോഷത്തോട് മഹാപ്രസാദേ ഗോവിന്ദേ കുടിച്ചിട്ട് കൊതുകിന് ബുദ്ധിയുണ്ടോ? ചില പൂച്ചകൾ കള്ളത്തരം ചെയ്യണമെങ്കിൽ നഖത്തിൽ നടക്കും. പൂച്ച നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാലിൽ നടക്കൂല, നഖത്തിൽ നടക്കും. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ മോഡൽ ഷോ ഒക്കെ ചെയ്യുന്നതിന് കാറ്റ് വാക്ക്. അവർ ആരെ പറ്റിക്കാൻ പോകണമെന്ന് അറിയില്ല. അതിന് എന്താ പറയാ? മര്യാദക്ക് വാക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്തിനാ കാറ്റ് വാക്ക് എന്ന് പറയുന്നത്? കാരണം ഈ പൂച്ച കള്ളത്തരം ചെയ്യുമ്പോൾ എതിൽ നടക്കും? നഖത്തിൽ നടക്കും. പതുക്കെ അടുക്കളയ്ക്കകത്ത് വന്നു ആ കുക്കർ തുറന്ന് പാലും കുടിച്ച് തിരിച്ച് അടച്ചു വെച്ചിട്ട് പോകും. പൂച്ചയ്ക്ക് ബുദ്ധി. ഭൂമിയിൽ ജനിച്ച എല്ലാ ജീവികൾക്കും അവരുടെ സുഖം കണ്ടെത്താനുള്ള ബുദ്ധി എല്ലാവർക്കും. അതുകൊണ്ട് ബുദ്ധിയില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? ബുദ്ധിയേക്കാൾ ഒരു സ്റ്റെപ്പ് ഉയർന്നത് വിവേകം. എന്താണ്? ശരിയും തെറ്റും ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു സവിശേഷത. അത് ചിലർക്ക് രാവിലെ ആകുമ്പോ ഭാര്യയുടെ തലയിൽ അടിച്ച് സത്യം ഇനി ഞാൻ തോട്ടേയില്ല, നശിച്ച കുപ്പി, അതിനെ കാണണ്ട, കുടിക്കണ്ട. വൈകുന്നേരം ആകുമ്പോ അവന്റെ സത്യമല്ല അവിടെ പോയി. അപ്പൊ അയാൾക്ക് അറിയാം, പക്ഷെ പറ്റുന്നില്ല, പരാജയപ്പെടും. വിവേകമില്ല. ഈ ഒരിത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വഴക്കുണ്ടാക്കിയിട്ട് അത്രയും പറയണ്ടായിരുന്നു അല്ലേ, കൂടിപ്പോയോ? വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ട് അത്രയും പറയണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചവരാരെങ്കിലും ഉണ്ടോ? വിവേകമില്ല. നമുക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ എന്തില്ല? വിവേകമില്ല. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവില്ല. അതിനും ഒരു പടി ഉയർന്നതാ മേധ. ഏത് സമയത്തും ശരി മാത്രം. മേധാവി എന്നൊക്കെ പറയും. ഫൈൻ, റിഫൈൻ, സൂപ്പർ ഇന്റലിജൻസ്. മേധാവി ശരി മാത്രമേ ചെയ്യൂ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സോക്രട്ടീസ്. കേട്ടിട്ടുണ്ടോ? സോക്രട്ടീസ് ക്ഷമ എന്ന് പറഞ്ഞ
ഇവിടെ എത്ര പേർക്ക് ദേഷ്യം വരും? സോക്രട്ടീസിന്റെ ക്ഷമ എന്ന് പറഞ്ഞ ദേഷ്യത്തിനെ വിജയിച്ച ഒരാളാണ്. നമ്മുടെ ശത്രുക്കൾ എവിടെയും പുറത്തില്ല, നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാമക്രോധാദികൾ നമ്മൾ ജയിക്കണം. ഈ സോക്രട്ടീസ് വീട്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചിട്ട് ആധ്യാത്മികം ചർച്ച ചെയ്യും. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല, വീട്ടിനകത്ത് എഴുതണം. ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്ന ഇതായിപ്പോ 4 കൂടി അവർക്ക് ഇഷ്ടമല്ല. ഇദ്ദേഹം സുഹൃത്തുക്കളോടിരുന്ന് ആധ്യാത്മിക ചർച്ച ചെയ്യുമ്പോൾ അവര് വീട്ടിനകത്ത് പിറുപിറുക്കാൻ തുടങ്ങും. ഒരു ദിവസം ദേഷ്യം വന്ന ഈ സ്ത്രീ എന്ത് ചെയ്തു? വലിയ ഒരു കലത്തിൽ വെള്ളവും കൊണ്ടുവന്നു. സോക്രട്ടീസ് ഫ്രണ്ട്സിന്റെ കൂടെ സുഹൃത്തുക്കളോടിരുന്ന് ആധ്യാത്മിക വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളം അങ്ങനെ കൊണ്ടുവന്ന് സോക്രട്ടീസിന്റെ തലയിൽ ഒഴിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ദേഷ്യം വരും, പ്രതികരിക്കുന്ന എന്തൊക്കെയാണ് ഡിക്ഷണറിയിൽ ഇല്ലാത്തവരുടെ സംഭവം. സോക്രട്ടീസ് മൗനത്തോട് പറഞ്ഞു, ഇന്നലെ വരെ ഇടി ഇടിച്ചു, ഇതാ ഇന്ന് മഴയും പെയ്തു എന്നുള്ളത്. അത് പറയണമെങ്കിൽ എന്തുമാത്രം ഒരു ആത്മബലം വേണം. സാധാരണക്കാർക്ക് സാധിക്കോ? ഈ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. അത് പാലിക്കണമെങ്കിൽ ഏത് ലെവൽ ഓഫ് സെൽഫ് കൺട്രോൾ വേണം വേണ്ടേ? അതാണ് മേധ. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ഒരു വഴക്കുണ്ടാകും. ശാന്തിയും സമാധാനവും ലക്ഷ്മിയുടെ, മഹാലക്ഷ്മിയുടെ വാസസ്ഥാനവും ആ വീട് എല്ലാ ഐശ്വര്യം കൊണ്ടങ്ങ് നിറയും. ഇപ്പൊ വീട്ടിലുള്ളതൊക്കെ ആരാണ്? ശനി, ചൊവ്വ, രാഹു, കേതു, മഹാഭാരതമാണ് ഓരോ വീട്ടിനകത്ത്, ഇല്ലേ? ഈ നമ്മള് അമ്പലങ്ങളിൽ നവഗ്രഹങ്ങളെ കണ്ടിട്ടുണ്ടോ? ഈ അമ്പലങ്ങളിൽ, ദുർഗാക്ഷേത്രത്തിൽ നവഗ്രഹമൂർത്തികൾ. ഈ നവഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് നവഗ്രഹങ്ങൾക്ക് എന്താ പ്രത്യേകത? 9 പേരും പരസ്പരം മുഖാമുഖം നോക്കില്ല. ഒന്ന് കിഴക്കോട്ട്, ഒന്ന് പടിഞ്ഞാറ്, ഒന്ന് നടുക്കിങ്ങനെ. ചില വീട്ടില അങ്ങനെ മെമ്പേഴ്സും അങ്ങനെ. ഭർത്താവ് ഒരു സൈഡ്, ഭാര്യ ഒരു സൈഡ്, മക്കൾ വേറെ, പട്ടി വേറെ സൈഡ്. നവഗ്രഹങ്ങളെ പോലെ ഒരു ഐക്യതയില്ല. പാണ്ഡവർക്കും ഐവർക്കും പ്രത്യേക സ്വഭാവമാണ്. ധർമ്മരാജൻ, യുധിഷ്ഠിരൻ വളരെ വിനയാന്വിതനാണ്. ഭീമസേനൻ നേരെ ഓപ്പോസിറ്റ്. വിനയം എന്ന് പറയുന്ന സാധനമില്ല. അർജുനൻ വില്ലാളി വീരൻ. ഓരോരുത്തരും ഓരോ രീതി. എങ്ങനെ? നമ്മുടെ വിരലൊക്കെ ഉള്ളതുപോലെ. ഒന്നിന് പൊക്കം കൂടുതൽ, ഒന്ന് വളരെ പൊക്കം കുറഞ്ഞത്. ഇത് അഹങ്കാരം പിടിച്ച വിരലാണ്. ഞാൻ പറയുന്ന പോലെ അഹങ്കാരം. ആരെങ്കിലും ഇങ്ങനെ വരട്ടോ? ഞാൻ പറയുന്ന പോലെ അഹങ്കാരം പിടിച്ച വിരലാണ്. ഇത് പൊക്കം. പൈസ മുഴുവൻ ഇതെടുക്കും, സ്വർണ്ണക്കാരെടുക്കും, ഇതെടുക്കും. ഇപ്പൊ ഇത് 5ഉം വേറെ വേറെയാണ്, പല സ്വഭാവമാണ്. പക്ഷെ വിനയം കൊണ്ട് കുനിഞ്ഞാലോ എല്ലാം ഒരു ലൈനിൽ വരും. ചിലരൊക്കെ നോക്കാൻ ശരിയാണ്, എല്ലാവർക്കും. ഇത് വ്യത്യസ്തമാണെങ്കിലും കുനിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാം ഒരു കുടുംബം അടിയുണ്ടാകും. പക്ഷെ ഒരു ആത്മീയ ചിന്ത, ദൈവവിശ്വാസം, നാമജപം എന്ന് പറഞ്ഞ് എല്ലാവരും ഒത്തൊരുമിച്ച് വരുമ്പോ അവിടെ മത്സരമുണ്ടാകും. അവിടെയാണ് വിവേകവും മേധയും പ്രജ്ഞ, ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ വളരുന്നത്. പക്ഷെ അത് ഈശ്വര ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ നടക്കുകയില്ല. വേറെ ഒരു രീതിയിലും അത് നടക്കത്തില്ല. അർജുനൻ, അതായത് ധൃതരാഷ്ട്ര രാജ്യത്തിനെ 2ആയി വീതിച്ചു. ഹസ്തിനാപുരം, ഖാണ്ഡവപ്രസ്ഥം. മഹാഭാരതത്തില് രാജ്യത്തിനെ 2ആയി വീതിച്ചു ധൃതരാഷ്ട്രം. ഏതൊക്കെയാണ്? ഹസ്തിനാപുരവും ഖാണ്ഡവപ്രസ്ഥം. ഇന്ദ്രപ്രസ്ഥം ആദ്യം കിട്ടിയപ്പോൾ അതിന്റെ പേര് ഖാണ്ഡവപ്രസ്ഥം. ഉടനെ അർജുനൻ പറഞ്ഞു, എനിക്ക് വേണ്ട. എന്താണ്? ഒരു മനുഷ്യനകത്ത് കയറില്ല. പാമ്പും ഇഴജന്തുക്കളും വിഷക്രിമികളുമുള്ള ഒരു ദിക്ക് ജന്തു, അതിനകത്ത് മനുഷ്യരൊന്നുമില്ല, ആൾവാസമില്ല, അതൊരു കാട്, അതെനിക്ക് വേണ്ട എന്ന് അർജുനൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നമുക്കൊന്ന് അതുവരെ പോയി നോക്കാം. അർജുനൻ പറഞ്ഞു, വേണ്ടേ വേണ്ട. ഭഗവാൻ വിട്ടില്ല. അർജുന വാ, നമുക്ക് പോയി നോക്കാം. നോക്കാതെ നീ എന്തിനാ വേണ്ടെന്ന് പറയുന്നത്?
ഇതിനേക്കാളും ധൃതരാഷ്ട്രം ഒന്നും തരാതിരുന്നാൽ മതിയായിരുന്നു. ഇതെന്തിനാ തന്നെ ഞങ്ങളുടെ ആശ്രമത്തിൽ ചിലർ പശുവിന് ദാനം കൊണ്ടുവന്നു, ഗോശാലയുണ്ട്. ഇത് അതിൽ നിന്ന് എടുത്താൽ ഒരു തുള്ളി കാറ്റ് പോലും തൊഴില്ല. പശു വയസ്സായി പാലെല്ലാം ഉണങ്ങി പ്രഭുജി ഗോദാനം നമ്മൾ പറയും തരൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെക്കും. ഇത് ശരിയായ ദാനമാണോ? അപ്പൊ ധൃതരാഷ്ട്രം എന്ത് ചെയ്തു? കാണ്ഡവ പ്രസ്ഥത്തിനെ ആർക്കും വേണ്ടാത്തതിനെ ആർക്ക് കൊടുത്തു? പാണ്ഡവ. അർജുനൻ തികച്ചും വേണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ നിർബന്ധിച്ച് അർജുനനെ വിളിച്ചുകൊണ്ടുപോയി. മൊത്തം ഇഴജന്തുക്കൾ, വിഷക്രിമികൾ, കാട്. അർജുനൻ പറഞ്ഞു ഇതെനിക്ക് വേണ്ട. ഭഗവാൻ പറഞ്ഞു നിരുത്സാഹപ്പെടല്ലേ. ഓരോ ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോൾ ക്ഷമയോടെ തടസ്സത്തിനെ മറികടക്കണം. അപ്പുറത്തൊരു നിധിയുണ്ടാകും. ഇല്ലേ? ഇപ്പൊ ഒരു കുട്ടി എന്താ പ്രണയ്, പേര് വന്നുവല്ലോ, പ്രണയ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. പ്രണയ് ശരിക്കും പഠിച്ചോ ഇല്ലേ എന്നത് എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കാൻ? പരീക്ഷ വന്നല്ലേ അറിയുള്ളൂ. അപ്പൊ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, നമ്മളെ അടുത്ത പടിയിലേക്ക് ഉയർത്താൻ. ആ പരീക്ഷ പ്രണയുടെ തടസ്സമല്ല. ആ കുട്ടിയെ 4-ൽ നിന്ന് എങ്ങോട്ട് ഉയർത്തുന്നു? 5. അയ്യോ എന്ന് പറഞ്ഞ 4-ൽ തന്നെ ഇരിക്കേണ്ടി വരും. ക്ഷമയോട് മറികടന്നാൽ എങ്ങോട്ട് പോകാം? 5-ലേക്ക് പോകാം. ഭഗവാൻ പറഞ്ഞു അർജുന നോക്കാം പാ. നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി ആഗ്നേയാസ്ത്രം എടുത്ത് കാണ്ഡവ പ്രസ്ഥത്തിനെ കത്തിച്ചപ്പോ അതിനകത്തിരുന്ന അഗ്നിദേവൻ വന്നു. 2 സാധനങ്ങളാ സമ്മാനമായി അർജുനന് കൊടുത്തത്. ഒന്ന് രഥം, അത് ഭയങ്കര ശക്തിയുള്ള രഥം. രണ്ടാമത്തത് കാണ്ഡവ പ്രസ്ഥത്തിൽ നിന്ന് കിട്ടിയത് ഗാണ്ഡീപം. ഈ ഗാണ്ഡീപത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിൽ ഒരു അമ്പ് ഉന്നം നോക്കി ലക്ഷ്യത്തിൽ ഒരു അമ്പ് വിട്ട് കഴിഞ്ഞാൽ ഇത് ലക്ഷ്യത്തിൽ ചെന്ന് തറയ്ക്കുകയും അത് കഴിഞ്ഞ് പുണ്യതീർത്ഥത്തിൽ പോയി കുളിച്ചിട്ട് ബാക്കി വന്നിരിക്കും. ആദ്യത്തെ റീസൈക്ലിംഗ് പ്രോസസ് അവിടെയാ തുടങ്ങുന്നത്. ഈ അമ്പ് പോയി ലക്ഷ്യത്തിൽ തറച്ചിട്ട് പിന്നെന്തെയും പുണ്യതീർത്ഥത്തിൽ പോയി ശുദ്ധമായിട്ട് വീണ്ടും ബാക്കി വന്നു. ഒരമ്പ് പോലും അർജുനന്റെ നഷ്ടമാവില്ല. കുട്ടികളെ കാലം തിരിച്ച് ഒറ്റനും വീട്ടിൽ വരും. ഇതെല്ലാം പോയി. അപ്പൊ ഭഗവാൻ ചോദിച്ചു അർജുന ഇപ്പൊ സന്തോഷമായി? അർജുന താങ്ക് യു. കാരണം 2 അമൂല്യമായ സമ്മാനമാണ് കിട്ടിയത്. ഒന്ന് രഥവും ഇനിയൊന്ന് ഗാണ്ഡീപം. കിട്ടിയ പാട് അർജുനൻ അതിനെ തൂക്കി പിടിച്ച് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കി, ആ കയർ വലിച്ച ശബ്ദമൊക്കെ ഇനി ഞാൻ കാണിച്ചു തരാം ഈ കൗരവരും ഞാനാണ്. ആ 100-നെയും ഞാൻ തോൽപ്പിക്കും. എന്റെ കയ്യിൽ ഗാണ്ഡീപമാവുള്ളത്. എനിക്ക് വേണമെങ്കിൽ മഹാദേവൻക്ക് നേരെ, യമധർമ്മന്റെ നേരെ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോ ശക്തിവാനാണ് എന്നൊക്കെ പറഞ്ഞു ഉറക്കെ വെല്ലുവിളിച്ചു. ഭഗവാൻ ചോദിച്ചു അർജുന നിനക്ക് എന്ത്? ശക്തി എപ്പോഴും കയ്യിലുണ്ടാകണം, തലയ്ക്ക് പിടിക്കരുത്. അഹങ്കാരം. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഏതെങ്കിലും ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവ് കയ്യിലുണ്ടാവണം. എവിടെ കയറിക്കൊള്ളരുത്? തലയിൽ. ഞാൻ വലിയ പാട്ടുകാരൻ, ഞാൻ ഭയങ്കര ഡാൻസറാണ്, ഞാൻ അതാണ്, ഞാൻ ധനാഢ്യനാണ്. തലയ്ക്ക് പിടിച്ചാൽ പോയി. ഞങ്ങളുടെ ഗുരുദേവൻ എപ്പോഴും തമാശയ്ക്ക് പറയും വെയിങ് മെഷീന്റെ പുറത്ത് കയറി നിൽക്കണം. ഈ വെയിറ്റ് നോക്കുന്ന മെഷീനില്ലേ, അത് 70, 80, 60 എന്നൊക്കെ കാണിക്കും. അദ്ദേഹം പറയും 1 കിലോ നിന്റത്, ബാക്കി മൊത്തം തലക്കനാണെന്ന്. കാരണം നമ്മൾ മരിച്ചുപോയി കത്തിച്ചാൽ എത്ര ഉണ്ടാവും? ഒരു ചെറിയ മണ്ഡലത്തിൽ കൊള്ളാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ മെഷീൻ എത്രയാ കാണിക്കുന്നത്? 60. നിന്റെ വെയിറ്റ് 1 കിലോ, ബാക്കി 59 ഹെഡ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ എത്ര പേർക്ക് തലക്കനുണ്ട്? അർജുനൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു അർജുന മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നിനക്ക് കിട്ടിയാൽ അതിൽ വിനയം ഉണ്ടാകണം, അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. നിനക്ക് ഗാണ്ഡീപം കിട്ടി അതിന്റെ ധർമ്മം പാലിക്കണം, ശാന്തിയും സമാധാനവും കൈവരുത്തണം. അല്ലാതെ ഈ ഗാണ്ഡീപത്തിനെ കൊല്ലാനായി ഉപയോഗിക്കരുത്. അർജുനൻ പറഞ്ഞു സോറി, എടുത്ത് മടക്കി വെച്ചു. അതേ കൃഷ്ണൻ കുറച്ചു വർഷം കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? അർജുന ഇതെന്തിന് നോക്കാനാ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാരെയും കൊല്ലാൻ
നിന്റെ ഗുരുക്കന്മാർ, മാമന്മാർ, സഹോദരന്മാർ, കൗരവന്മാർ, ഭീഷ്മർ, ദ്രോണ, കൃപ എല്ലാവരെയും കൊല്ലാൻ നീ എന്ത് ഭീരുവാണോ? നീ ക്ഷത്രിയനല്ലേ? ഗാന്ധീപം കയ്യിലും. അർജുനന് മൊത്തം കൺഫ്യൂഷൻ. ആദ്യം കൊല്ലാന്ന് പറഞ്ഞപ്പോ ഭഗവാൻ എന്താ പറഞ്ഞത്? വേണ്ട. ഇപ്പൊ മിണ്ടാതെ വെച്ചപ്പോ കൃഷ്ണൻ എന്താ പറഞ്ഞത്? കൊല്ലാൻ. ഇപ്പൊ എന്താ കാരണം? ഏതാ ശരി? കൊല്ലണോ വേണ്ട? ഭഗവാൻ എന്ത് പറയുന്നു അത് ചെയ്യണം. ആദ്യം വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ എടുത്ത് വെട്ടും, ശരി വെട്ടാം. കരിഷ്യേ വചനം തവ കൃഷ്ണ, അങ്ങ് പറയുന്നത് പോലെ അങ്ങയുടെ കയ്യിൽ നിമിത്തം മാത്രം ഭവ സവ്യസാചി, ഞാൻ ഒരു നിമിത്തമായിക്കോളാം എന്ന് ശരണാഗതി പ്രാപിക്കുന്നത് ആ കലിയുഗത്തിൽ ധർമ്മം. ആ ധർമ്മം കലിയുഗത്തിൽ എവിടെ ശരണം പ്രാപിച്ചിരിക്കുന്നു? നാമത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളെല്ലാം ദിവസം കുറഞ്ഞത് 108 പ്രാവശ്യമെങ്കിലും നാമജപം ചെയ്യണം. കാരണം കലിയുഗ ധർമ്മം. ഈ പ്രപഞ്ചത്തിന്റെ പരമസത്യവും ധർമ്മവും കർമ്മവും എല്ലാം കലികാലത്തിൽ ഇതിനകത്താവുള്ളത് നാമത്തിനകത്തുണ്ട്. അത് നമ്മൾ ഇരുന്ന് ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഒരു വലിയ ഉയർച്ച ഉണ്ടാകും. ഹരേ കൃഷ്ണ. സമയം എത്രയായി?